ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു പെർഫ്യൂമാണ്. ഞാൻ ആക്ച്വലി കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് തീരെ മൈൻഡ് ചെയ്യാതെ, പക്ഷെ എനിക്ക് പിന്നീട് ഈ അടുത്തിടെ യൂസ് ചെയ്തപ്പോൾ ഇത് എന്തുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലെങ്കിൽ യൂസ് ചെയ്ത് പോയില്ല എന്ന് വളരെയധികം ഫീൽ ചെയ്ത ഒരു പെർഫ്യൂം കൂടിയാണ്. മറ്റൊന്നുമല്ല, ഉസ്ത്ര അമുനേഷൻ. ചെറുതാണ്ടോ 20 ml. നമ്മൾ മിക്ക പെർഫ്യൂംസും ചെറുതാണ് വാങ്ങിക്കാറുള്ളത്. ഇതും അങ്ങനെ ചെറുത് തന്നെയാണ്. ഉസ്ത്രന്റെ ടാറ്റു അമ്യൂണിഷൻ ബേസ് ക്യാമ്പ് വേറെ ഒരു 4-5 ഒന്നിച്ചുള്ള ഇങ്ങനെ മുമ്പ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇതുണ്ടോന്ന് അറിഞ്ഞൂടാ. ഒരു 2021-22 ഉള്ളതാണ്. ഓക്കെ, 2 വർഷമായി. അപ്പൊ അന്ന് ഞാൻ പല വീഡിയോസിലായിട്ടൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പെർഫ്യൂം. സോ ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമുക്ക്. പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ബോക്സ് ഇങ്ങനെയാണ് വന്നത്. പെർഫ്യൂം ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് ഈ പെർഫ്യൂം എനിക്ക് ഒരു പരിചയപ്പെടുത്തിയില്ലല്ലോ, അങ്ങനെ ഒരു നഷ്ടം തോന്നിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് വെച്ചാല് ഇതിന്റെ ഫ്രാഗ്രൻസിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ലേറ്റർ സോറില് അടുത്ത് തന്നെ ഇതേ ഒരു വൈബുള്ള ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് എന്താ വെച്ചാല്, ഇതിന്റെ ഓപ്പണിങ്ങിൽ നല്ലൊരു ഫ്രഷ്നെസ് ആണ്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ് വൈബാണ് ഈ പെർഫ്യൂമിനുള്ളത്. തുടക്കത്തിൽ തന്നെ ഒരു ടിപ്പിക്കൽ ഒരു ഫ്രഷ്നെസ്. നമുക്കത് എവിടേക്കോ നമുക്ക് പരിചയമുള്ള ഒരു ഫ്രഷ്നെസ്. അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു പ്ലമ്മിന്റെയും മറ്റൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു ഫ്രഷ്, ചെറുതായിട്ടൊരു പ്ലമ്മിന്റെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ പെർഫ്യൂം വരുന്നത്. പിന്നീട് ഒരു സ്പൈസി ഹിൻഡിലേക്ക് പോകണം. സ്പൈസി പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് സ്പൈസി അല്ല, ഒരു ചെറുതായിട്ടൊരു പാപ്രിക്ക പോലത്തെ ഒരു ഫ്രാഗ്രൻസും പിന്നെ ഒരു കൊറിയാൻഡറും മിന്റ് ഇങ്ങനത്തെ ഒരു വൈബിലേക്കാണ് ഇത് പോകുന്നത്. പിന്നീട് അത് ഡ്രൈ ഡൗൺ ആകുമ്പോൾ നമുക്കൊരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സും സെയ്ജും ഇങ്ങനെയുള്ള ഫ്രാഗ്രൻസുകളൊക്കെ ഇതിൽ ഡെവലപ്പ് ആകുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു സിഡർ വുഡിന്റെയും സാൻഡൽ വുഡിന്റെയും ഒക്കെ പോലത്തെ, പിന്നെ ചെറുതായിട്ടൊരു വെറ്റിവർ, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. അങ്ങനെയാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് ഉള്ളത്. അപ്പൊ ഇത് ഇൻ ഷോർട്ട് ആയിട്ട് ഞാൻ എന്താണ് ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാല്, ഇത് CK എറ്റേണിറ്റി നൈറ്റ്, അതേപോലെ തന്നെ ഹുഗോ ബോസിന്റെ ബോസ് ബോട്ടിലിന്റെ നൈറ്റ്, ഈ പെർഫ്യൂമുകളുടെ ഒക്കെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. കൂടുതൽ സിമിലർ ആയിട്ടുള്ളത് നമ്മുടെ CK എറ്റേണിറ്റി നൈറ്റ്, ആ ഒരു ഡാർക്ക് കളറിലുള്ള ഒരു CK എറ്റേണിറ്റി ഉണ്ടല്ലോ, ആ പെർഫ്യൂമായിട്ടാണ് ഇതിന് കുറച്ച് അധികം സിമിലാരിറ്റി തോന്നിയത്. ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇത് പെർഫ്യൂം സിറ്റി മാർലിന്റെ ഏതോ ഒരു ബന്ധമുണ്ടല്ലോ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പോയത്. ചെറുതായിട്ടൊരു സ്പൈസി നോട്ട്സും അതിന്റെ കൂടെ തന്നെ ആ ഒരു ലാവൻഡർ മസ്കി ഫ്രാഗ്രൻസ്, അങ്ങനത്തെ ഒക്കെ ഒരു വൈബ്, പൗഡറി പോലൊക്കെ എനിക്കിത് ഇങ്ങനെ സ്നിഫ് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ ഇത് അങ്ങനെ എന്തോ ഒരു സംഭവമാണല്ലോ. പിന്നെ ഇതിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ, മുളകിന്റെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു മസ്കി ഫ്ലോറൽ വരുന്നത് ആക്ച്വലി ഇതിന്റെ മിഡിൽ നോട്ട്സിലുള്ള സെയ്ജ് ആണ്. സെയ്ജും ജാസ്മിനും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു വൈബാണ് ആക്ച്വലി അത്. അപ്പോൾ പിന്നീട് ഞാനിത് ഇങ്ങനെ പല ഒക്കേഷൻസിലൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് നോക്കി. സംഭവം നല്ല നല്ല വൈബ് തരുന്ന ഒരു പെർഫ്യൂം, ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം. പക്ഷെ ഇതൊരു കൊളോൺ ആയതുകൊണ്ട്, ഉസ്ത്ര ചിലപ്പോൾ ഇത് നൈറ്റിൽ യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ടാവുക. ഇതൊരു കൊളോൺ ആയതുകൊണ്ട് നമ്മൾ ഒരു ഓഫീസ് യൂസിനൊക്കെയാണ് ഒന്നും കൂടി നല്ലത്. അതല്ലാതെ ഇതും വെച്ചുകൊണ്ട് നമ്മൾ പാർട്ടിക്കൊക്കെ പോയാൽ ആരും നോട്ടീസ് ചെയ്യൂല. കാരണം അത്രയും ലൗഡറായിട്ട് പെർഫ്യൂം സപ്ലൈ ചെയ്ത് വരുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഇത് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ട് പോയാൽ നോട്ടീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ ആരെങ്കിലും നമ്മൾ അടുത്തോട്ട് വന്നാൽ ഇത് വളരെ അട്രാക്റ്റീവ് ആണ്, ആളുകൾക്ക് നല്ലോണം ഇഷ്ടാവുന്ന എന്താ പറയാ ഒരു ഫ്രാഗ്രൻസും കൂടിയാണ്. സോ അതാണ് അമുനേഷൻ ഉസ്ത്രയുടെ. ഓക്കെ, ഇത് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തന്ന ഒരു പെർഫ്യൂം. കാരണം നമ്മളെ കയ്യിൽ ചില സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്തു വെച്ചിട്ട് പിന്നീട് അത് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ചില തോന്നലുകൾ ഉണ്ടാവുമല്ലോ, ചില സംഭവങ്ങൾ. എനിക്ക് അങ്ങനെ ഒരുപാട് ഒക്കേഷൻസിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ അന്വേഷിക്കുന്ന സാധനം എന്താ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ള. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയ ഒരു സാധനം കൂടിയാണ്. ഇത്രയും നല്ലൊരു വൈബുള്ള ഒരു പെർഫ്യൂം. ഞാൻ ഇപ്പൊ ലേറ്റർ സോറിന്റെ കാര്യം പറഞ്ഞു. ലേറ്റർ സോറിൽ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിന്നപ്പോൾ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഉസ്ത്രയൊക്കെ ഇതിന്റെ ഇൻസ്പയർഡ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഞാനതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളത്
ഒരു ഫ്രാഗ്രൻസ് ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ പിന്നീട് ഞാൻ ഇത് വന്നിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ആ ഫ്രാഗ്രൻസ് തന്നെ ഇവിടെയും കിട്ടണോ, ഇങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയാ ഒരു കോയിൻസിഡൻസ്. അപ്പൊ അതാണ് സംഭവിച്ചത്. അപ്പൊ എന്തായാലും അതാണ് ഇതിന്റെ പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഉസ്ത്ര മോസ്റ്റ്ലി കൊളോൺസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഇതുണ്ടോ കൊളോൺ. കൊളോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്കർ ആയിട്ടുള്ള ഒരു വീക്കസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, വീക്കർ സൈഡിൽ നിൽക്കുന്ന ആ ഒരു കോൺസെൻട്രേഷനിലെ ഒരു എന്താ പറയാ ഒരു കോൺസെൻട്രേഷൻ ആണ്. സോ നമുക്കൊരു 4% വരെയൊക്കെ ഇതിൽ പെർഫ്യൂം ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വലിയ പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്. നമുക്കൊരു 30 to 45 മിനിറ്റ്സ് വരെയാണ് ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉള്ളത്. അവിടെ നിന്ന് ഒരു 2 to 2.5 hours വരെ ഇതിന് ലോഞ്ചിവിറ്റി ഉണ്ട്. അതിനപ്പുറത്തോട്ടൊന്നും പോണില്ല. സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വാങ്ങിച്ചോളൂ. പക്ഷെ ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും. നല്ല 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 വൈബ് തരുന്ന ഒരു ഫ്രാഗ്രൻസ്. അപ്പൊ ഇനിയും ഉസ്ത്രന്റെ ടാറ്റു ഉണ്ട്, അങ്ങനെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നോക്കാം ഓരോന്നോരോന്നായിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തു വെച്ച ഒരു പെർഫ്യൂം ആയിരുന്നു. എന്തായാലും ഇത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇതിന്റെ ഫ്രാഗ്രൻസിൽ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അമനേഷൻ, ഈ അമനേഷൻ എന്ന് കാണുമ്പോൾ GTA 5 കളിച്ച ആൾക്കാർക്ക് നമ്മുടെ ഗണ്ണ് ലോഡ് ചെയ്യുന്ന അമനേഷൻ ഓർമ്മ വരാൻ ചാൻസസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇത് കേട്ട സമയത്ത് എനിക്ക് അതാ ഓർമ്മ വന്നത്, GTA 5 കളിച്ച കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഉസ്ത്രയുടെ ഡീറ്റെയിൽസ്. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.